ഇൻട്രൊഡക്ഷനും കൂടാതെ ലിക്വിഡ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ വേപ്പർ പ്രഷർ, അതുമായി ബന്ധപ്പെട്ട ഒരു ലോ, ദാറ്റ് ഈസ് റൗൾസ് ലോ, അതിന്റെ മാത്തമെറ്റിക്കൽ ഫോം, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, കൂടാതെ റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷനായി റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ പഠിച്ചതാണ്. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the partial pressure of a gas in vapor phase is directly proportional to its mole fraction in solution. And the mathematical form P is equal to Kh into X. Okay, ഇവിടെ Kh എന്ന് വിളിക്കുന്ന പേര് Henry's law constant. അതേപോലെ നമ്മൾ റൗൾസ് ലോ പഠിച്ചതാണ്. The partial vapor pressure of any volatile component is directly proportional to its mole fraction in solution. അതിന്റെ mathematical form ആണ് ഇത് P1 is equal to P10 into X1. ഇവിടെ നമ്മൾ രണ്ട് മാത്തമെറ്റിക്കൽ ഫോം ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേപോലെ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ പാർഷ്യൽ പ്രഷറാണ്, ഇവിടെയും പാർഷ്യൽ പ്രഷറാണ്, രണ്ടിടത്തും മോൾ ഫ്രാക്ഷനും ഉണ്ട്. പിന്നെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ രണ്ടിടത്തെയും കോൺസ്റ്റൻസ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ്, ഇവിടെ KH ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഉള്ള P10. അപ്പോൾ നമുക്ക് പറയാം റൗൾസ് ലോയും ഹെൻറീസ് ലോയും ഈക്വൽ ആവും, അല്ലെങ്കിൽ റൗൾസ് ലോ ബിക്കംസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. എപ്പോഴാണ് KH is equal to P10. KH ന്റെ വാല്യൂ P10 ഈക്വൽ ആവുമ്പോൾ റൗൾസ് ലോയും ഹെൻറീസ് ലോയും ഈക്വൽ ആവും. Okay, that is Henry's law constant becomes equal to the vapor pressure of the pure component. അപ്പോൾ നമുക്ക് പറയാം റൗൾസ് ലോ becomes a special case of Henry's law. ഈ രണ്ട് ലോയുടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം the vapor pressure of a gas or any volatile component is directly proportional to its mole fraction. നമ്മൾ അടുത്തൊരു സെക്ഷനാണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഹിയർ സോളിഡ് ഈസ് ദ സൊല്യൂട്ട്. സൊല്യൂട്ട് ഈസ് ഇൻ സോളിഡ് ഫോം ആൻഡ് സോൾവെന്റ് ഈസ് ഇൻ ലിക്വിഡ് ഫോം. ഓക്കെ, അങ്ങനെ സോൾവെന്റ് ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് ആ സൊല്യൂഷന്റെ ഫിസിക്കൽ നേച്ചർ എങ്ങനെ ആയിരിക്കും? അത് സോളിഡ് ഫോമിലായിരിക്കും അതോ ലിക്വിഡ് ഫോമിലായിരിക്കുമോ? യെസ്, ലിക്വിഡ് ഫോം. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ ലിക്വിഡ് ഫോമിലായിരിക്കും. അതായത് സോളിഡ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കേ. ഓക്കെ, സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഉപ്പ് വെള്ളം, കോമൺ സോൾട്ട് സൊല്യൂഷൻ. കോമൺ സോൾട്ട് ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഏത് ടൈപ്പ് സോൾട്ടും വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ എന്തായിരിക്കാം? സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. അതിന്റെ നേച്ചർ, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഒരു ബീക്കറിനകത്ത് നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിരിക്കുകയാണ്. ഈ വാട്ടർ നമുക്കറിയാം നോർമൽ ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പറൈസ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാട്ടർ വേപ്പറൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലിക്വിഡിന്റെ സർഫസിന് മുകളിലായിട്ട് എല്ലായ്പ്പോഴും ഇതുകൂടി ഉണ്ടായിരിക്കാം, അതിന്റെ വേപ്പർ ഉണ്ടായിരിക്കാം. ഇത് ലിക്വിഡ് സർഫസ് ആണ്. ഈ ലിക്വിഡ് സർഫസിന് മുകളിലായിട്ട് അതിന്റെ വേപ്പർ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഈ വേപ്പർ ഒരു പ്രഷർ എക്സെപ്റ്റ് ചെയ്യും. ആ പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. ഈ വാട്ടറിനകത്ത് നമ്മൾ കുറച്ച് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുകയാണ്. അതങ്ങനെ ഷുഗർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടും. ഇവിടെ ഇപ്പോൾ വാട്ടർ മാത്രം മാറിയിട്ട് എന്തായിട്ട് മാറി? ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ഷുഗറിന്റെ മോളിക്യൂൾസിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിന്റെ ഇടയിലായിട്ട് ഷുഗറിന്റെ മോളിക്യൂൾ കൂടി ഓക്യുപ്പൈ ചെയ്യുന്നു. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡിന്റെ കേസ് വേക്കന്റ് സ്പേസ് കൂടുതലാണ്. അതുകൊണ്ട് ആ വേക്കന്റ് സ്പേസിലേക്ക് ഷുഗർ മോളിക്യൂൾ ഓക്യുപ്പൈ ചെയ്യുന്നു. ഈ ഷുഗർ മോളിക്യൂള് ബൾക്കില് മാത്രമല്ല, ദാറ്റ് ഇന്നർ പാർട്ടില് മാത്രമല്ല, സർഫസിലും ഓക്യുപ്പൈ ചെയ്യും. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഷുഗർ മോളിക്യൂളിന്റെ പ്രത്യേകത സാധാരണ എല്ലാ സോളിഡ്സും നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേപ്പറൈസ് ചെയ്ത്, നമുക്കറിയാം പഞ്ചസാര നമ്മൾ കുറച്ചു നേരം തുറന്നു വെക്കുമ്പോഴത്തേക്ക് അത് വേപ്പറൈസ് ചെയ്യുമോ? ഇല്ല. ഓക്കെ, സോൾട്ട്, ഷുഗർ, അങ്ങനെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സോളിഡ്സും, മിക്ക സോളിഡ്സും എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അതാണ് ഈ ഷുഗറിന്റെ മോളിക്യൂൾ ഓക്യുപ്പൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഷുഗർ മോളിക്യൂൾ വേപ്പറൈസ് ചെയ്യത്തില്ല. കൂടാതെ അത് സർഫസിൽ കൂടി ഓക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ സർഫസിന് താഴെയുള്ള വാട്ടർ മോളിക്യൂളിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കത്തുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ചൊല്ലുണ്ട്, എന്താണ്? പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അതുപോലെയാണ് ഇവിടെയും ഷുഗർ മോളിക്യൂൾ സ്വയം വേപ്പറൈസ് ചെയ്യത്തുമില്ല, അതേപോലെ അത് വാട്ടറിനെ വേപ്പറൈസ് ചെയ്യാൻ അനുവദിക്കത്തുമില്ല. അത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മുകളിലേക്ക് വരുന്ന വേപ്പറിന്റെ എമൗണ്ട്
അതായത് വാട്ടർ മാത്രമേ വേപ്പറൈസ് ചെയ്യത്തുള്ളൂ. ഈ ഷുഗർ മോളിക്യൂൾ സർഫസ് നിൽക്കുന്നത് കൊണ്ട് വാട്ടറിന്റെ വേപ്പറൈസേഷൻ റേറ്റ് കുറയും. എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മുകൾ ഭാഗത്തുള്ള വാട്ടർ വേപ്പറിന്റെ ഡെൻസിറ്റി ഇപ്പോൾ കുറവായിരിക്കും. ഓക്കെ, വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് കുറയുമ്പോൾ അത് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറും കുറയും. അല്ലെങ്കിൽ വേപ്പർ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് ഇത് വേപ്പർ പ്രഷർ. അല്ലെങ്കിൽ വേപ്പർ പ്രഷർ, ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നേരത്തെ വാട്ടർ മാത്രം ഇരുന്നപ്പോൾ എത്രമാത്രം വേപ്പർ പ്രഷർ ഉണ്ടായിരുന്നോ അതിനേക്കാളും കുറവായിരിക്കും. അതായത് നമുക്കൊരു മെയിൻ പോയിന്റ് കിട്ടുന്നു, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. Okay, vapor pressure of solution is always less than that of pure solvent when a non-volatile solute is added to a solvent. ഒരു പ്യുവർ സോൾവെന്റ് അകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലായ്പ്പോഴും ആ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അതൊരു മെയിൻ പോയിന്റ് ആണ്. That is, when a non-volatile solute is added to a pure solvent, the vapor pressure of the resulting solution is always less than that of the pure solvent. Okay, ഒരു പ്യുവർ സോൾവെന്റ് അകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പല ഭാഗങ്ങളിലും ഈ ഒരു പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രാധാന്യത്തോടെ പഠിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു, ഇതിന്റെ വേപ്പറിനകത്ത് ഒരു കമ്പോണന്റ് മാത്രം, ഈ സോൾവെന്റ് മോളിക്യൂൾ മാത്രമേ വേപ്പറിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ വേപ്പറിനകത്ത് ആരില്ല, സൊല്യൂട്ട് ഇല്ല, ഷുഗർ ഇല്ല. നമ്മൾ സാധാരണയായിട്ട് സോൾവെന്റ് മോളിക്യൂളിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ടാണ്. അവിടെ സോൾവെന്റ് നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യും. അതേപോലെ സൊല്യൂട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡ് കമ്പോണന്റ് ആയിട്ടാണ്. അതുകൊണ്ട് സൊല്യൂട്ടിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി 2 എന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് അങ്ങോട്ട് പഠിക്കുന്നതെല്ലാം തന്നെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും 1 ഡിനോട്ട് ചെയ്യുന്നത് സോൾവെന്റും 2 ഡിനോട്ട് ചെയ്യുന്നത് സൊല്യൂട്ടുമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച റൗൾസിനോട് അപ്ലൈ ചെയ്യാം. ഇവിടെ വേപ്പർ പ്രഷർ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഉണ്ട്. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ അതിന്റെ ആ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ഇതിന്റെ വേപ്പറിനകത്തേക്ക് ആര് മാത്രമേ ഉള്ളൂ, സോൾവെന്റ് മോളിക്യൂൾ മാത്രമേ വേപ്പറിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് the vapor pressure of the component 1, that is solvent in solution, is directly proportional to its mole fraction in solution. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല എഴുതാം. P1 is equal to P10 into x1. ഇപ്പോൾ നമ്മൾ P2 എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, വേപ്പറിൽ ആരില്ല, സെക്കൻഡ് കമ്പോണന്റ് ആയിട്ടുള്ള സൊല്യൂട്ട്, that is ഷുഗറിന്റെ വേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് P2 എന്നുള്ള ടേം എഴുതേണ്ട ആവശ്യമില്ല. സോ P1 is equal to P10 into x1. നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടൈപ്പുള്ള ഗ്രാഫാണ്, ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഗ്രാഫ്. മോൾ ഫ്രാക്ഷൻ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയാം. വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഗ്രാഫാണ്. ഇവിടെ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 1 ഉള്ള കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ x1ന്റെ വാല്യൂ 0 ആണ്, ഇവിടെ x1ന്റെ വാല്യൂ 1 ആണ്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഫസ്റ്റ് കമ്പോണന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ x1ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫ്, ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ x1 വരെ 0 കൊടുത്ത് നോക്കിയേ, P1 എന്ത് കിട്ടും, P10 into 0, that is 0 എന്ന് വെച്ചാൽ ഗ്രാഫ് 0 ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഇവിടെ x1ന്റെ വാല്യൂ, മോൾ ഫ്രാക്ഷന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ്. മോൾ ഫ്രാക്ഷന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ നമ്മൾ x1 1 കൊടുക്കുകയാണെങ്കിൽ P10 into 1, that is P10 എന്ന് കിട്ടും. അതുകൊണ്ട് ഗ്രാഫ് എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും. ഈ 2 പോയിന്റ്സ് നമ്മൾ ചേർത്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ടൈപ്പ് സൊല്യൂഷൻ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട റൗൾസ് ലോയുടെ ഗ്രാഫാണ് ഇത്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ 2 ഗ്രാഫും പിന്നെ കൂടാതെ P ടോട്ടലിന്റെ ഗ്രാഫും വരച്ചു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കമ്പോണന്റ് മാത്രമേ വേപ്പറൈസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒറ്റ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. ദാറ്റ് ഈസ് ഫസ്റ്റ് കമ്പോണന്റ് അല്ലെങ്കിൽ സോൾവെന്റുമായിട്ട് ബന്ധപ്പെട്ട സോൾവെന്റ് 1 എന്ന് പറയുന്ന സോൾവെന്റ് ആണ്. സോൾവെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. ഓക്കെ.